നല്ലൊരു കയ്യിൽ ഒരു നമ്മുടെ അനുഭവി പാട്ടുപാടി നമ്മുടെ ക്ഷണം അനുസരിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കനായ കൊല്ലത്തിൻ്റെയൊക്കെ അഭിമാനമായ നമ്മുടെ രവി പോലാടി എല്ലാവർക്കും സുപരിചിതനാണ്. എല്ലാവരെയും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞാലും തീരത്തില്ല. രവി പോലാടി എന്ന് പറയുന്ന മഹാവ്യക്തി കൊല്ലത്തിൻ്റെ ഒരു അഭിമാനം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദയരായിട്ടുള്ള ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ രവി പോലാടി. നമ്മളൊക്കെ എന്നും ആരാധനയോടെ കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം സിനിമ എടുത്തു. അച്ചാണി എന്ന ഒരു മനോഹര പ്രേമനസരി ചിത്രം എടുത്ത് അതിലിപ്പോൾ അച്ചാണി രവി എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ അർജുൻ നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം അനുസരിച്ച് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം വന്നതിൽ അദ്ദേഹം ബിസി മാനാണ്. ഒരുപാട് വർഷം ക്ഷണിച്ചെങ്കിലും ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്തായാലും നമ്മുടെ ക്ഷണം അനുസരിച്ച് വന്ന അദ്ദേഹത്തിന് നമ്മുടെ ഈ ഇടവകാശ വിശ്വത്തിന്റെ പേരിൽ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മൾ നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വേദിയിലേക്കില്ല. നമ്മുടെ അർജുൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എത്തിയിരിക്കുകയാണ്. അർജുനെ കുറച്ചുകൂടി ബാക്കിലോട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ കൊല്ലത്തിൻ്റെ അഭിമാനം, കൊല്ലത്തിൻ്റെ ചലനം, കൊല്ലത്തിൻ്റെ യശസ്, ഓജസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അഭിമാന താരം ശ്രീ രവി മുതലാളിയുടെ ചെറുമകൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ വേദിയെ തീർച്ചയായും ധന്യമാക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അർജുൻ എന്ന അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഇവിടെ വന്നപ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് രവി മുതലാളി എന്ന ആ മഹത്വവൽക്കരിക്കപ്പെട്ട കൊല്ലത്തിൻ്റെ അഭിമാനമായ രവി മുതലാളിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം ആരാധ്യനായ, നാം എല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചെറുപ്രായത്തിൽ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ഒക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരു കുടയൊക്കെ കുത്തിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും വളരെ ആദരവോടും അഭിമാനത്തോടും ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അടുത്ത് ചെന്ന് ഒന്ന് കറങ്ങി വന്നിട്ടുമുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് സ്നേഹിക്കാനും ഈ കൊല്ലത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ അതിൻ്റെ ഒരു പങ്ക്, കാതലായ ഭാഗം കൊല്ലത്തിൻ്റെ രവി മുതലാളി തന്നെയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് തീർച്ചയായും, അദ്ദേഹത്തിൻ്റെ ചെറുമകന് തീർച്ചയായും നമ്മുടെ ഈ വേദിയിൽ ഇടോ ബഷീർ മ്യൂസിക്കൽ ഫോറത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും എല്ലാം ഞങ്ങൾ അറിയിക്കുകയാണ്. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. അർജുൻ നമ്മൾക്ക് അർജുൻ എന്ന് വെച്ചാൽ നല്ലൊരു ഗായകനാണ്. ഈ അപ്പൂപ്പൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അച്ചാണി സിനിമയിലെ ഗാനം അദ്ദേഹം തന്നെ ആലപിച്ചു. അത് യൂട്യൂബിലൊക്കെ ഭയങ്കരമായ വൈറലായി. നല്ലൊരു ശബ്ദത്തിനുടമയാണ് അർജുന. ഇപ്പോഴല്ല, നമുക്ക് നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പാട്ട് പാടും, നമ്മൾ പാട്ട് പാടും. നമ്മുടെ സ്റ്റേജിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ വലിയൊരു മെമ്പർ കൂടിയാണ്. അവരുടെ പ്രോഗ്രാമിലൊക്കെ നമ്മുടെയാണ് ക്ഷണിക്കുന്നത്, നമ്മുടെ ഗാനങ്ങളാണ് വയ്ക്കുന്നത്. അപ്പോൾ അർജുനാണ് അവിടുത്തെ മെയിൻ സ്റ്റാർ. അപ്പോൾ ഇപ്പോൾ 2 വാക്ക് അർജുൻ സംസാരിക്കും. ഇവിടെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ട് ഞാൻ പാടുന്നത് അച്ചാണിയിൽ നിന്ന് എൻ്റെ സ്വപ്നത്തിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. നിർമ്മിച്ച സിനിമയിലെ പാട്ട് തന്നെയാണ് ഇവിടെ പാടാൻ പോകുന്നത്. അച്ചാണി എന്ന മനോഹരമായ നമ്മുടെ പ്രേമനസീർ എവർഗ്രീൻ പ്രേമനസീർ അഭിനയിച്ച് ഹിറ്റാക്കിയ ചിത്രത്തിലെ ഗാനമാണ്. ഈ സിനിമയൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഭരണിക്കാവ് സ്കൂളിൽ ഞങ്ങൾ പഠിച്ചെങ്കിലും അറിയാവോ? ഭരണിക്കാവ് മാടത്തല
ആ സ്കൂളിൽ പഠിക്കുമ്പം ഇപ്പം ഇദ്ദേഹത്തിന് അപ്പൂപ്പൻ അവിടെ വന്നിട്ട് ആ ഫിലിം ഞങ്ങളുടെ സ്കൂൾ കുട്ടികളുടെ ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുവച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ ഈ അച്ചാണി സിനിമ കാണുന്നത്. അത്രയ്ക്ക് ആ ഒരു മനോഹരമായ ചിത്രമാണ്. നല്ല ഹിറ്റ് സോങ്ങാണ് എൻ്റെ സ്വപ്നത്തിൽ താമര പൂവിൽ. ഈ ഗാനം ആലപിച്ച ദാസേട്ടനാണെങ്കിലും ഇത് അഭിനയിച്ചുകൊണ്ടാണ് ഈ പാട്ട് ദാസേട്ടൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുകയാണ് പാടിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം അർജുൻ വന്ന് ഈ പാട്ട് ഇവിടെ പാടുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു അർജുൻ. സ്വപ്നത്തിൽ താമര പൊയ്കൈ വന്നിറങ്ങിയ രൂപവതി നീല താമര വിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ഹലോ നമ്മുടെ ഇടോഷൻ വിഷ്ണു ഫോറത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി വന്ന് നമുക്ക് ഈ പാട്ട് പാടി ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംഘടന ശരിക്കല്ലോ ഇടോഷൻ അറിയാലോ, രണ്ടു വാക്ക് സംസാരിക്കാമോ? രണ്ടു വാക്ക് സംസാരിക്കാവോ? ശരിക്കല്ലോ, ഞാൻ ബഷീറിക്കയുടെ സ്റ്റുഡിയോയിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ സ്റ്റേജിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ഈ പാട്ട് പാടിയിട്ട് എങ്ങനെ തോന്നുന്നു അർജുന്? പാട്ട് പാടിയിട്ട് എങ്ങനെ ആ ഒരു സുഖം, ആ ഒരു ഫീൽ? നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള അല്ലേ? നല്ല രീതിയിൽ. അപ്പോൾ നമ്മുടെ ഈ സംഘടനയിൽ നമ്മൾ അർജുൻ എടുത്താൽ എന്താ പറയുന്നത്? സംഘടനയിൽ അർജുൻ എവിടെയാണ് ഞങ്ങളുടെ പേരായിട്ട് എടുത്താൽ അതിനകത്ത്
പ്രശ്നം വല്ലതുണ്ട്? ഞങ്ങളുടെ ഒരു മെമ്പറായിട്ട് അർജുനെടുത്താൽ ഓക്കെ ആണല്ലേ? അപ്പോൾ നല്ലൊരു കഴിവ് നമുക്ക് എന്തായാലും കൊടുക്കും. നമ്മുടെ അടുത്ത മെമ്പറാണ് നമ്മുടെ അർജുൻ. അപ്പോൾ അർജുനെ പോലൊരു വ്യക്തി നമ്മുടെ ഈ സംഘടന ഉള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് നമ്മുടെ വിശിഷ്ടാതി നമ്മുടെ മെയിൻ ഗസ്റ്റുമായിട്ട് വന്ന അർജുനെ നമ്മുടെ ഇന്നോവ ബഷീർ മ്യൂസിക്കൽ ഫോറത്തിൻ്റെ പേരിൽ നമ്മളൊരു പൊന്നാടയിട്ട് തന്നെ ആദരിക്കാൻ പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ വേദിയിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ അർജുന് നല്ലൊരു സ്വീകരണം നമ്മുടെ ഇന്നോവ ബഷീർ മ്യൂസിക്കൽ ഫോറം കൊടുക്കുകയാണ്. താങ്ക് യു.